മീര ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട്. ആന്റി ഇവിടെ? അമ്മ ഇവിടെ ഉണ്ട്. അല്ല, നീ ഇന്ന് ഫ്രണ്ടിന്റെ കൂടെ ആയിരിക്കും പറഞ്ഞു. എന്താ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോണോ? പോണോ? പറഞ്ഞാ മതി, പോയിക്കോളാം. അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നേ? നീ ഇന്ന് അവിടെ ആയിരിക്കും വിചാരിച്ചല്ലേ ഞാൻ അങ്ങനെ ചോദിച്ചത്? അല്ല, അതുകൊണ്ടുള്ള ചോദ്യം അല്ല. സാധാരണ ഞാൻ എവിടെയാണെങ്കിലും എത്ര രാത്രിയായാലും പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് താക്കീത് തരുന്ന ആന്റിക്ക് ഇന്ന് ഞാൻ വരാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട് അല്ലേ? മോൾ എന്തൊക്കെയാ പറയുന്നേ? പറഞ്ഞല്ലോ ലേറ്റ് ആയാലും ഡ്രൈവ് ചെയ്യണ്ടെന്ന് കരുതിയ. ഇതിൽ എത്ര ലേറ്റ് ആയി ഞാൻ വന്നിട്ടുണ്ട്? രജനീച്ചി പറഞ്ഞേ, ഞാൻ ലേറ്റ് ആയിട്ടില്ലേ? എന്നെ ആർക്കും വേണ്ട, ആർക്കും വേണ്ട. മോളെ എന്നെ വേദനിപ്പിക്കുന്ന എല്ലാവരും അനുഭവിക്കും, അതുറപ്പാ. അമ്മ, ഇവൾക്ക് എന്ത് പറ്റി? ഇനി എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇങ്ങനൊന്നും സംസാരിക്കാത്തയാണല്ലോ. അതെ, ഇങ്ങനെയൊന്നും സംസാരിക്കാത്തവൾ ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. അവൾ അത്രയ്ക്ക് വേദനിക്കുക. അവള് മനസ്സിൽ കാണുന്നത് നടക്കുന്നില്ല. അതിന്റെ വേദന ആ വാക്കുകളിൽ. എല്ലാവരും കൂടി ആ പാവം പെണ്ണിനെ കൊലയ്ക്ക് കൊടുക്കരുത്. ഇനിയിപ്പോ ദേവികയും നന്ദനും തമ്മിലുള്ള കല്യാണക്കാര്യം മീര അറിഞ്ഞു കാണോ? അതിന്റെ ടെൻഷനാണോ? എനിക്കൊന്നും അറിയില്ല. വരുന്നതെല്ലാം അനുഭവിക്കാൻ തയ്യാറായി ഇരുന്നു എല്ലാവരും.